അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ
അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞില്ലേ, ദൈവ ഇടപെടൽ ഉറപ്പ് വരുത്തുന്ന 2 മെത്തേഡുകളുണ്ട്. ഒന്നാണ് ഇന്നലെ അമ്മ കണ്ടത്. എന്താണ്? കുഷ്ഠരോഗി ഈശോയെ കാണുമ്പോൾ പറയുന്നു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, ആർക്കും മനസ്സില്ലെങ്കിലും അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈശോയും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു, ആർക്കും മനസ്സില്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സുണ്ട്, നീ ജീവിക്കുക എന്ന് പറയും. അതുപോലൊരു സംഭവമാണ് യോഹന്നാൻ 5:6. അവൻ പറഞ്ഞു കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിനു മുമ്പ് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് 5:5. യോഹന്നാൻ 5:5-6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. 38 വർഷമായ തലവാദ രോഗി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ വളരെ നാളായി കിടക്കുന്നത് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കാലഹരണപ്പെട്ടു പോയ ആളാ, ഖണ്ഡം ചെയ്ത ആളാ. വെച്ചുകഴിഞ്ഞാല് ഇനി ഒരു മുള, പ്രത്യാശയുടെ മുള കിളിർത്തു വരാനുള്ള അവസാന സാധ്യതയും തീർന്നു. ബന്ധുക്കളൊക്കെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നതാണ്, ബൈസ്റ്റാൻഡറായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നായിരിക്കും ഇയാൾക്ക്. ഇയാളെ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവരുടെ ചിറകിൽ പറന്നു പോയതാ. നമ്മ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ബോധം പോകാനേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്താണ്? നമുക്ക് ബോധം പോയാൽ അവർക്ക് പോകണമല്ലോ. അപ്പം നമ്മളറിയത്തില്ല. അതാണ് വിഷയം. അപ്പം അതിനെല്ലാം ഈശോ ചോദിക്കണ ഒരു ചോദ്യം, ഇതൊക്കെയാണ് നിൻ്റെ അവസ്ഥയെന്ന് വിചാരിച്ചോ? നീ ബോധം പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. പറയണ്ട്, എനിക്ക് ആരുമില്ലെന്ന് പറയണതേ ഒരു ചങ്കെ കൊണ്ട വർത്തനാണ്. നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്കാരുമില്ലെന്ന് പറയരുത്. അഥവാ പറയുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാം. അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട്. നീ ഒരു ഓർഫണാകാം, പക്ഷെ നിനക്ക് ഞാനുണ്ട്. ആരും ഓർഫണാകരുത്, ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യാവതാരം ചെയ്ത് പാപത്തിന് പരിഹാരം ചെയ്ത് കുരിശുമരണം വരിച്ചു. പിതാവത് മഹത്വപൂർണമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുകയാണ്. ആ ഒരു ബോധം നിനക്കുണ്ട്. വിശ്വാസം നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ജ്ഞാനസ്നാന പുസ്തകത്തിലുണ്ട്. വിശ്വാസം നിനക്ക് എന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസ്നാന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും. പറയും, വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു. അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും, നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സപ്പോൾ പറയും, വിശ്വാസം നിനക്ക് ക്രിസ്തുവിനെ തരും. ക്രിസ്തുവില്ലെങ്കിൽ നിത്യജീവൻ കൊണ്ട് എന്ത് പ്രയോജനം? പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റിയതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സരിത.
എൻ്റെ ഭർത്താവ് ശൈലേഷ്, മകൾ സരിത, മകൾ ഐശ്വര്യ, മോഹൻ അഭിഷേക്, എൻ്റെ സഹോദരൻ സജീവ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാനൊരു കടയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ചേച്ചി മുഖേനയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ചേച്ചി ഓരോ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും ഇട്ട് തന്ന് അങ്ങനെ കൃപാസനത്തിനെ കുറിച്ച് എനിക്ക് ആ ചേച്ചിയിലൂടെയാണ് അറിയാൻ പറ്റിയത്. ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് 23, 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മകളുടെയാണ്. എൻ്റെ മകൾ ഐശ്വര്യ +2 പഠിക്കുന്ന സമയത്ത് ഇച്ചിരി ഉഴപ്പിലായിരുന്നു ആൾ. മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ ഈ പഠിത്തത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമുക്ക് 1-2 സ്കൂളുകളൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരു സ്കൂളിലേക്ക് മാറുമ്പോൾ സ്ട്രീം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആനുവൽ എക്സാം സമയത്ത് സാധാരണ എല്ലാ പിള്ളേരും പരീക്ഷ എഴുതുന്നതിൻ്റെ ഒപ്പം അവൾക്ക് എഴുതാൻ പറ്റത്തില്ല. സ്ട്രീം ചേഞ്ച് ആയതുകൊണ്ട് പരീക്ഷ എഴുതും പോലെ അവൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി. എന്താ വെച്ചാൽ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും +2 റിസൾട്ട് വരുമ്പോൾ മകൾ ഫെയിലായി എന്നുള്ളതല്ലേ ദൈവമേ ഞങ്ങൾക്ക് പറയേണ്ട ഒരു അവസരം വരുന്നതെന്ന് ഓർത്ത്. പക്ഷേ ദൈവമാതാവിൻ്റെ കൃപ കൊണ്ട് പബ്ലിക് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഇവൾക്ക് മെയിൽ വന്നു സ്കൂളിലോട്ട്, ഐശ്വര്യയ്ക്ക് പരീക്ഷ എഴുതാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ പിള്ളേരുടെ ഒപ്പം മോൾക്ക് സ്ട്രീം ചേഞ്ച് ആയാലും പരീക്ഷ എഴുതാനുള്ള ഒരു അനുഗ്രഹം അമ്മമാതാവ് നൽകി അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതായിട്ട് മോളുടെ തന്നെയാണ്. അവളുടെ റിസൾട്ട് പരീക്ഷയുടെ ദിവസം ഇവിടുന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നുണ്ടായിരുന്നു, റിസൾട്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാവാനുള്ള അനുഗ്രഹം മാതാവ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ രാവിലത്തെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 7:45 സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മാഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് 79% കൂടി ആൾ CBSE പാസ്സായി. പിന്നെ പരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൾ പറഞ്ഞത് പ്രിൻസിപ്പളിൻ്റെ റിസ്കോട് കൂടിയിട്ട് അവളിനെ പരീക്ഷ എഴുതിക്കാം, കുട്ടി ഫെയിലായാലും ആ റിസ്ക് പ്രിൻസിപ്പൾ അണ്ടർടേക്ക് ചെയ്യാമെന്നുള്ള ഒരു നിബന്ധന മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് എൻ്റെ മോളിനെ പരീക്ഷ എഴുതിച്ചത്. പക്ഷേ ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 79% വാങ്ങിയിട്ട് എൻ്റെ മോള് CBSEയിൽ ഉന്നത വിജയം നേടി. പിന്നെ അതിന് മുന്നേ അവിടെ ഒരു പ്രാക്ടിക്കൽ എക്സാം എഴുതിയിരുന്നു. പ്രാക്ടിക്കൽ എക്സാം എഴുതി പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ മോൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് മോൾക്ക് ഉള്ളിൽ ആരോ പറയുന്നതായി തോന്നിച്ചു, 2 ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടല്ലോ, ഒന്നും കൂടി റീചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ അങ്ങനെ റീചെക്ക് ചെയ്തപ്പോൾ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾക്കത് എഴുതാനുള്ള ഒരു ഓർമ്മിപ്പിച്ച് അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ജോലിക്കാരിയാണ്. ഞാൻ ഒരു തുണിക്കടയിലാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് കിട്ടിയ ജോലിക്ക് പോവാം എന്നുള്ളതിൽ ഞാൻ ജോലിക്ക് പോയത് തുണിക്കടയിലായിരുന്നു ആദ്യം. ആ ചേച്ചിയാണ് എനിക്ക് കൃപാസനത്തിനെ പരിചയപ്പെടുത്തി തന്നതും. അവിടുന്ന് രാവിലെ ഒരു 10 മണിക്ക് പോയ രാത്രി 8:30 വരെ ഞാൻ നിൽക്കണമായിരുന്നു തുണിക്കടയിൽ. അപ്പോൾ ഞാൻ നിയോഗമായിട്ടൊന്നും വെച്ചില്ല. ഞാൻ അമ്മമാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ചു, അമ്മമാതാവേ എനിക്ക് 8:30 എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നോക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എനിക്ക് ഇച്ചിരി നേരത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താനുള്ളൊരു ജോലി എനിക്ക് തരപ്പെടുത്തി തരണമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് മുഖേന നല്ലൊരു ജോലി അക്കൗണ്ടൻ്റായിട്ട് എനിക്ക് കയറാൻ പറ്റി. എനിക്ക് ടൈം 10 to 5 ആയിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് വീട്ടിൽ വന്ന് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എനിക്ക് പറ്റി. പിന്നെ അതേപോലെ നല്ല സാലറിയോട് കൂടിയിട്ട് എനിക്ക് അവിടെ കയറാൻ പറ്റി. പിന്നെ 1 ഇയർ ആവുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഇൻക്രിമെൻറ്റ് 5% ഇൻക്രിമെൻറ്റ് തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു. നല്ലൊരു സാലറിയിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് എൻ്റെ സഹോദരൻ്റെ കാര്യമാണ്. സജീവ്, ആൾ 27 വർഷമായിട്ട് നല്ല മദ്യപാനമായിരുന്നു. കുടുംബത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആളുടെ മദ്യപാനം കാരണം കൊണ്ട്. ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ എന്തിനു പോയി കഴിഞ്ഞാലും എന്താ പറയുക, ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ മദ്യപിച്ചിട്ടാണ് ഇവൻ ആ ഫംഗ്ഷന് വരിക. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടന് ഇതേപോലെ പ്രാർത്ഥനകളും ഉടമ്പടിയൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു, ചില സമയത്ത് ഞാനും മാതാവിനെ ഈ പള്ളി സ്വപ്നം കാണാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നിട്ട് ഉടമ്പടി എടുത്തു. ജൂലൈ 30 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2025 ജൂലൈ 30. അന്ന് മുതൽ ആൾ മദ്യപിച്ചിട്ടില്ല, മദ്യപാനം നിർത്തി.
പിന്നെ ഉള്ളത് KSFE ഒരു ചിട്ടി വിളിക്കാൻ ഞാൻ പോയതായിരുന്നു. അങ്ങനെ ചിട്ടി വിളിക്കാൻ പോയിട്ട് അവിടെ നമ്മൾ ആധാരം വെച്ചിട്ടായിരുന്നു ചിട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആധാരം വെച്ചാൽ പോലും ബാക്കി ഒരു 80,000 രൂപയുടെ എന്തെങ്കിലും ഒരു ഈട് നമ്മൾ അവിടെ കൊടുത്താൽ മാത്രമേ ആ ഫുൾ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് ഈ തുക കിട്ടും വേണം, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത KSFE മാനേജർ ആൾ പറഞ്ഞു, എൻ്റെ വേവിൽ ഞാൻ 50,000 രൂപ വേവ് ചെയ്ത് തന്നോളാമെന്ന് പറഞ്ഞ് 50,000 രൂപയും കൂടി എനിക്ക് തന്നു. ബാക്കി 30,000 രൂപ ചിട്ടിയുടെ എമൗണ്ടായിട്ട് അവരവിടെ 3 മാസത്തെ ചിട്ടിയുടെ എമൗണ്ടായിട്ട് അവരവിടെ പിടിക്കുക ചെയ്തത്. അങ്ങനെ ഒരു കൃപ കൂടി എനിക്ക് ദൈവമാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ അച്ഛൻ ഇവിടെ ഒരു ധ്യാനത്തിൽ പറഞ്ഞിരുന്നു, 40 ദിവസത്തിൻ്റെ ഉള്ളിൽ ചിലവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് മുന്നേ ഉള്ള ധ്യാനത്തിലാണ് പറഞ്ഞിരുന്നത്. ആ 40ാമത്തെ ദിവസം തന്നെ, അത് സെപ്റ്റംബർ 24 എൻ്റെ ഓർമ്മ, സെപ്റ്റംബർ 24 തന്നെ എൻ്റെ മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യണ അവിടുത്തെ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്താ ഞാൻ ജോലി ചെയ്യുന്നോടന്ന് എണീറ്റിട്ട് എനിക്ക് പോയിട്ട് മേഡത്തിനോട് ഇതൊന്ന് പറയുമെന്ന് തോന്നി, എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പം ഞാൻ പോയി പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞു, ഇപ്പോൾ എത്ര രൂപയാണ് വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 50,000 രൂപ വേണം പറഞ്ഞു. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ മേഡം എനിക്ക് 50,000 രൂപ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ തന്നെ വീണ്ടും 10-25 ലക്ഷം രൂപ കടബാധ്യതയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഒത്തിരി പലിശയുടെ കടങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ തന്നെ മേഡം പറഞ്ഞു, എന്നാൽ ആധാരം വല്ലതും കയ്യിലുണ്ടെങ്കിൽ കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് ലോണ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആധാരം കൊടുന്നു വെച്ചു. 7.5 ലക്ഷം രൂപ എനിക്ക് ലോൺ അവിടുന്ന് തന്ന് അനുഗ്രഹിച്ചു. 1 രൂപ പോലും ഇൻട്രസ്റ്റ് കൊടുക്കാതെ മാസം എനിക്ക് പറ്റാവുന്ന തുക എത്രയാണോ സരിതയ്ക്ക് അടയ്ക്കാൻ പറ്റുന്നത് അത്രയും തുക മാസം അടച്ചിട്ട് മെല്ലെ വീട്ടിയാൽ മതി, 1 രൂപ പോലും ഇൻട്രസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. അതിനും എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രപ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ഞാൻ സ്റ്റാറ്റസ് ഇടും, പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പേഴ്സണലായിട്ട്. പിന്നെ നമ്മൾ ചോറ് പൊതി മേടിച്ചിട്ട് കൊടുക്കുവാറുണ്ട്. പിന്നെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ സഹായങ്ങൾ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ചിലവരൊക്കെ ഈ മദ്യപിച്ചിട്ടും ഇവരൊക്കെ വന്നിട്ട് 10 രൂപ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ കൊടുക്കാറില്ല. അവരുടെ അടുത്ത് ഫുഡോ അങ്ങനെ എന്താ വേണ്ടിച്ച് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈനിലൂടെ കുറേ പേര് സഹായഹസ്തങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടാവുന്ന തുക ഞാൻ അവർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതം ബൈബിൾ വായിക്കാറുണ്ട്, പ്രാർത്ഥനകൾ മുടങ്ങാതെ എത്തിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം പോലും ഞാൻ കൂടുതലും കേൾക്കുന്നത്, ഞാൻ ഓഫീസിൽ വർക്കിംഗ് ആയ കാരണം കൊണ്ട് എനിക്ക് അവിടെ പ്രാർത്ഥനകളൊന്നും ഉറക്കം വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്, പക്ഷേ ഞാൻ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളാണ് ഞാൻ കൂടുതലും ഓഫീസിലിരുന്നിട്ട് അങ്ങനെ കേൾക്കാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് പിന്നെ അതേപോലെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും സ്വർഗസ്നായി നന്മ നിറഞ്ഞ വിശ്വാസ പ്രമാണം ഇതെല്ലാം ഞാൻ ചെല്ലാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ടും ഒരുപാട് എനിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും കൃപ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്ന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങളാണ് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറ ഞങ്ങളുടെ ഇടവക പട്ടം സെൻറ്റ് മേരീസാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 19 ഈ ആലപ്പുഴയിൽ നിന്ന് ഒരു ചാച്ചൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചി ആലപ്പുഴയിൽ നിന്ന് ഒരു ദിവസം ഞാൻ നേഴ്സാണ്, പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കാണാം ചേച്ചി രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്ത് പറ്റി രാവിലെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേപ്പറിൻ്റെ കട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ഇത് കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുടെയാണ്, അവിടുത്തെ ജോസഫ് അച്ഛൻ ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഈ ആലപ്പുഴയിൽ നിന്ന് ചേച്ചിക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം ട്രിവാൻഡ്രം പാളയം പള്ളി അടുപ്പിച്ചുള്ള ആ ഏരിയയാണ് ചേച്ചിയുടെ ലൊക്കേഷൻ. അങ്ങനെ ചേച്ചി കൃപാസനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ കേട്ടെങ്കിലും അത്ര എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ ഈശോയോട് ഒത്തിരി കുഞ്ഞുനാൾ മുതലേ അപ്പച്ചനും അമ്മച്ചിയും പഠിപ്പിച്ചു
പഠിപ്പിച്ച് തന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥനകളൊന്നും മുടക്കുകയോ നല്ല രീതിയിൽ ഈശോ അറിഞ്ഞു തന്നെയാണ് വളർന്നത്. എങ്കിലും ഈ പേപ്പറിൻ്റെയും പിന്നെ മെഴുകുതിരി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യായിരുന്നു. എങ്കിലും ഞാനത് എല്ലാം ക്ഷമയോടുകൂടി കാട്ടി എന്തായാലും ഈ ചേച്ചി പറയുന്ന ഈശോയുടെ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ചേച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. സന്തോഷത്തോടുകൂടി ചേച്ചിയെ സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു. എന്നിട്ട് ചേച്ചി അങ്ങനെ ആ പേപ്പർ എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ തരുകയും ചെയ്തു. ഞാനതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഹൃദയത്തിൽ ശരിക്കും സ്പർശിച്ചു. ഈശോയുടെ സ്പർശനമുള്ളൊരു പേപ്പറായിട്ട് തന്നെ അതൊക്കെ തോന്നി. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്തത് ലാസ്റ്റ് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യേണ്ടതുള്ളത് മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ അവിടുത്തെ ഹെഡ് നഴ്സായിരുന്നു ആ സമയത്ത്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് വാർഡാണ്. അവിടെ എല്ലാം ക്രിമിനൽ പേഷ്യൻ്റ് മാത്രമാണുള്ളത്. അതായത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രമാദമായ പല കേസുകളും അകപ്പെട്ടിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവിടെ വന്നിട്ട്, ചെറുപ്പക്കാരായ പിള്ളേരുണ്ട്. അപ്പോൾ ആ വാർഡാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഈ പേപ്പറെല്ലാം അവിടെ കൊണ്ടുവന്ന് എൻ്റെ വാർഡിൽ, അതൊരു ജയിൽ വാർഡാണ്, മതിലൊക്കെ ഒത്തിരി ഹൈറ്റുള്ള വാർഡാണ്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് എൻ്റെ ആ പേഷ്യൻസിന്, ശരിക്കും പറഞ്ഞാൽ ആ പേഷ്യൻസ് എല്ലാം ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഞാൻ വരുമ്പോൾ അവരോട് സംസാരിക്കാനും. എൻ്റെ ആദ്യത്തെ ജോലി അതാ, എൻ്റെ പേഷ്യൻസിനോട് കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ. ഞാനപ്പോൾ ഓരോ പേഷ്യൻ്റെയും അടുത്ത് ഞാൻ സെല്ലിൽ ചെന്ന് ഈ പേപ്പർ കൊടുക്കുക, അവരോട് ഈശോയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അതായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് 2019 പകുതിയായി. 2020 എൻ്റെ പെൻഷൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ശരിക്കും ഗവൺമെൻറ്റിൽ നിന്ന് ലീവ് എടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം എൻ്റെ ലീവ് കഴിയാറായപ്പോഴാണ് ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ വന്നത്. എങ്കിലും ഞാനപ്പോൾ ജൂനിയറായിട്ടാണ് വന്ന് ചേർന്നത്. എങ്കിലും എനിക്കത് ആ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോയാൽ എനിക്ക് ഒട്ടും പറ്റില്ല. എന്ന് വെച്ചാൽ പേഷ്യൻറ്റുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്ക് അത്ര വലുതായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഞാനപ്പോൾ ഈശോയോട് ചോദിച്ചു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് 2020 പിന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി 2019 തന്നെ എടുത്തെങ്കിലും 2020 ഞാനും അച്ഛനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ അതിൽ എൻ്റെ 6 നിയോഗം ഞാൻ വെച്ചിരുന്നു. അതിൽ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു മാതാവേ, മാതാവിന് ഇത് അസാധ്യമായ കാര്യമാണ്, മനുഷ്യരിൽ അസാധ്യമാണ്, പക്ഷേ മാതാവിന് കഴിയുമെങ്കിൽ എനിക്ക് 1 വർഷം ഈശോയോട് പറഞ്ഞിട്ട് എനിക്ക് ഈ മെൻ്റൽ ഹോസ്പിറ്റൽ വിട്ടു പോകാൻ വയ്യ, എൻ്റെ പേഷ്യൻറ്റിനെ ഉപേക്ഷിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ ഞാൻ പെൻഷൻ ആകുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഒത്തിരി സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു, 1 വർഷം എങ്ങനെയെങ്കിലും എൻ്റെ മാതാവ് എനിക്കിത് എക്സ്റ്റൻഷൻ വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഇരിക്കാൻ നേരത്ത് ആ സമയത്താണ് പെൻഷൻ്റെ ഡേറ്റ് എടുത്തു. മെയ് 31 എൻ്റെ പെൻഷൻ ഡേ ആണ്. പെൻഷൻ്റെ ഡേറ്റ് 2020. അപ്പോഴത്തേക്കും കാണാം ഒരു ഓർഡർ വന്ന്. അന്ന് കോവിഡിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ഇവിടെ. ആ കോവിഡ് വന്നതുകൊണ്ട് 1 വർഷം കൂടെ എനിക്ക് ശരിക്കും എക്സ്റ്റൻഷൻ കിട്ടി. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷം നിറഞ്ഞ സമയമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ ജോലിയിൽ കിട്ടിയ 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്തത് ഒന്ന് മൂത്ത മകൻ US-ലാണ്. അപ്പോൾ ആ മോൻ്റെ കൂടെ പോകാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒത്തിരി റിജക്ഷൻ വരുന്ന സമയമായിരുന്നു. ഞാനും അച്ഛനും കൂടെ ഞങ്ങൾ US വിസയ്ക്ക് കൊടുത്തു. മാതാവിൻ്റെ കൃപയാൽ 10 വർഷത്തേക്കുള്ള വിസ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന്, അപ്പോൾ ജോലിയിൽ ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോ തന്നു, 1 വർഷം നീട്ടി കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും US-ൽ പോയി, മൂത്ത മോൻ്റെ കൂടെ പോയി. അവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരത്തെ വീണ്ടും മാതാവിനോട് ഒന്നും കൂടെ ചോദിച്ചു, എനിക്ക് ഇനി എന്തായിരുന്നാലും ഫ്രീ ആയിട്ട് നിൽക്കാനാവില്ല. എൻ്റെ നഴ്സിംഗ് ഫീൽഡിൻ്റെ ഞാൻ ആ വർക്ക് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തായിരുന്നാലും പേഷ്യൻറ്റിന് വേണ്ടി എനിക്ക് ഒത്തിരി പ്രവർത്തിക്കണം. എൻ്റെ മരണം വരെ അതുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈശോ ഞാൻ ആദ്യം പ്രൈവറ്റിൽ വർക്ക് ചെയ്തത് കിംസ് ഹോസ്പിറ്റലായിരുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്തു, 8 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാവൻകൂർ മെഡിസിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് മെഡിസിറ്റി കിംസിൽ നിന്നൊക്കെ വിളി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പിന്നെ തിരഞ്ഞെടുത്ത് എനിക്ക് മെഡിസിറ്റി എൻ്റെ മനസ്സിൽ ശരിക്കും നല്ലൊരു പതിച്ച ഹോസ്പിറ്റലാണ്. കാരണം വെച്ചാൽ അവിടുത്തെ പ്രവർത്തനമൊക്കെ ഒത്തിരി നല്ലതാണ്. പേഷ്യൻറ്റിന് വേണ്ടിയൊക്കെ അവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഞാൻ പെൻഷനായെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വീണ്ടും അവരവിടെ വിളിച്ചു. ഞാനപ്പോൾ അവിടെ വന്ന് നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അതിന് ശേഷം പിന്നെ വന്നതെന്ന് വെച്ചാൽ 32 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കാറ് കയറത്തില്ല.
അന്ന് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ്, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. പക്ഷേ എങ്കിലും കാറ് കയറാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇടുന്ന റോഡ് സൈഡിലോ ആരുടെയും വീട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം വന്നു. അപ്പോൾ ഒത്തിരി വർഷം കൊണ്ട് നടക്കുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്തെ ഉടമ്പടിയിലെ അടുത്ത നിയോഗം വഴിയെക്കുറിച്ചായിരുന്നു. അമ്മ മാതാവ് ഭയങ്കരമായിട്ട് അത്ഭുതം നടത്തി. ഈശോ കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു തന്നു എന്നുള്ളതാണ്. വെച്ചാൽ ഞാൻ യൂട്യൂബ് ഞങ്ങൾ വഴി അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, മുടങ്ങാതെ കേൾക്കുമായിരുന്നു. കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി പറയുണ്ടായി, വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഒത്തിരി ചേച്ചി സങ്കടപ്പെട്ടാണ് പറഞ്ഞത്, എത്രയോ വർഷം കൊണ്ട് എൻ്റെ വസ്തു വിൽക്കാനായിട്ടിരിക്കുമായിരുന്നു. ആ വസ്തുവിൻ്റെ നടയിൽ, അതായത് അവരുടെ വസ്തുവിൻ്റെ സെൻട്രലായിട്ടൊരു പോസ്റ്റ് കിടപ്പുണ്ട്, ഗവൺമെൻറ് പോസ്റ്റ്. ആ പോസ്റ്റ് മാറാനായിട്ട് സമ്മതിക്കുന്നില്ല. ആ പോസ്റ്റ് ഇളക്കി പൊതുവഴിയിലിടാൻ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ ചേച്ചി ഒത്തിരി കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പല കേസ് കൊടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല. കേസ് കൊടുത്തെല്ലാം റെഡിയായി വരുമ്പോഴും നാട്ടുകാരെല്ലാം കൂടെ പോസ്റ്റ് ഇളക്കാൻ നേരത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പിന്നീട് ഉപ്പും തൈലവും കൊണ്ട് ആ പോസ്റ്റിൻ്റെ ചുറ്റും പ്രാർത്ഥിച്ചതും അതിനുശേഷം ആ ചേച്ചി എന്ത് ചെയ്തു, ഒരു കേസ് ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി കേസ് ഒന്നും കൂടെ കൊടുത്തു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഈ കേസ് ഞാൻ എടുക്കത്തില്ല, കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പ്രാവശ്യം റിജക്റ്റ് ചെയ്ത കേസാണ്, എനിക്കിത് പറ്റത്തില്ല, ആൾക്കാരെല്ലാം കൂടെ എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞതാണ്, മാതാവിൻ്റെ പിന്നീട് നമ്മുടെ ഉടമ്പടി ലോക്കറ്റ്, ആ ലോക്കറ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് മാതാവാണ് പറയുന്നത്, നിങ്ങളൊന്ന് ദയവ് ചെയ്ത് സാറേ ഈ കേസ് സാറേ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അയാൾ കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് അയാൾ ആ കേസ് ഏറ്റെടുത്തു. ആ ചേച്ചിയുടെ കേസ് വിജയിച്ചു. എന്നിട്ട് അത്ഭുതമാവണ്ണം ആ ചേച്ചിക്ക് ആ വസ്തു വിൽക്കാൻ പറ്റി, പോസ്റ്റ് മാറ്റി. ആരും അറിയാത്ത രീതിയിൽ തന്നെ അവരത് ഹാൻഡിൽ ചെയ്തു. ആരും അതിനൊരു തടസ്സവും നിന്നില്ല. അപ്പോൾ അതെൻ്റെ മനസ്സിനെ നല്ല സ്ട്രൈക്ക് ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ വഴിക്ക് വേണ്ടി ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു. വഴിയിൽ എല്ലാവരും കൂടെ സഹകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും വഴിയെല്ലാം സാങ്ഷൻ ആയെങ്കിലും ഞങ്ങളുടെ നടയിൽ കിടക്കുന്ന പോസ്റ്റ് മാറ്റാനായിട്ട് ഒത്തിരി ഒബ്ജക്ഷൻ വന്നു. അപ്പോഴത്തേക്ക് വീണ്ടും ഞാനും അച്ഛനും അവിടെ ഒരു 4 പോസ്റ്റ് കിടപ്പുണ്ട്, ആ വഴിയിലെല്ലാം 4 പോസ്റ്റുണ്ട്. അപ്പോൾ ആ 4 പോസ്റ്റ് മാറ്റിയാലേ ഞങ്ങളുടെ പോസ്റ്റ് അവർ മാറ്റാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ലെറ്ററൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇളക്കാനായിട്ട് ആൾ വന്നു. അന്നപ്പോഴത്തേക്ക് തടസ്സം വന്നു, എല്ലാം ഒരുമിച്ച് മാറ്റാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഞാൻ ഈ ചേച്ചിയുടെ ഈ പ്രസംഗം കേട്ടത്. അപ്പോഴത്തേക്ക് അവരെല്ലാവരും പോസ്റ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നവരെല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര നിരാശ തോന്നി. അപ്പോഴത്തേക്ക് ഞാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒത്തിരി നേരം കരഞ്ഞു, മുട്ടുമേൽ നിന്ന് കരഞ്ഞു. രാത്രിയിലൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ അറിയുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ മാതാവിനെ ഈശോയെ നമ്മൾ കൈവിടാതെ പ്രാർത്ഥി, നമ്മൾ ചോദിക്കുന്നതെല്ലാം ഈശോ തരുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ എത്ര വേദനയുണ്ടെങ്കിലും ഈശോയുടെ മുമ്പിലൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഈശോ തരാത്ത അനുഗ്രഹങ്ങളായിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഓർത്തു, ഞാൻ എന്തിനീ മനുഷ്യരെ ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അന്ന് അച്ഛൻ ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അത്യാവശ്യമായിട്ട് അച്ഛൻ പോയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇവിടെ ഞാൻ കൊണ്ട് ഉപ്പും ഇതും വെതറാൻ പോവുകയാണ്. ഞാൻ എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനൊരു ബൈബിൾ വചനമൊന്ന് ആ പോസ്റ്റിലൊന്ന് എഴുതട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഉപ്പ് കൊണ്ടുവന്ന് ആ പോസ്റ്റിൻ്റെ ചുറ്റും വെതറി. എന്നിട്ട് 2 മക്കബായർ 8:18 അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ഏറ്റിരിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന കർത്താവായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ, ആശ എന്നുള്ള അങ്ങനെ ആ വചനം ഞാൻ വായിച്ചിട്ട് ആ പോസ്റ്റിൽ 2 മക്കബായർ 8:18 എഴുതി. എനിക്കറിയത്തില്ല, ഒരു ആഴ്ച പോലും കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് ആ പോസ്റ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് വിടുവിച്ച് തന്നു. ഈശോ വിടുവിച്ച് തന്നു. ഞങ്ങൾക്ക് വഴി തുറന്നു കിട്ടി. 32 വർഷത്തെ തടസ്സം ഈ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വലിയൊരു അത്ഭുതമാണത്. ശരിക്കും എനിക്ക് അറിയത്തില്ല, ഓരോന്നോരോന്നിനും 100 കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഈശോ തന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ടാമത് ആഗ്രഹിച്ച ആശുപത്രിയിൽ കൊല്ലത്ത് എനിക്ക് നേഴ്സിംഗ് സൂപ്രണ്ട് പോസ്റ്റ് കിട്ടി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ. അച്ഛന് അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്ന് വളരെയധികം മാനസികമായിട്ടങ്ങ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് വയ്യാതെന്ന് അപ്പോൾ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചിറകായിട്ട് നടക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. എന്നിട്ട് പിന്നെ അപ്പോൾ ക്രിയാറ്റിൻ കൂടി അവസാനം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു.
എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നിട്ട് ഇവിടെ അച്ഛനെ ഒട്ടും വയ്യാതെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അതിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛനോടൊന്ന് സംസാരിക്കണേ അച്ഛൻ, ഈ വാതുറന്നൊന്ന് കാര്യം പറയണേന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നിട്ട് അച്ഛൻ പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ തോന്നില്ല, അച്ഛനോടൊന്നും ചോദിക്കാനൊന്നും, അച്ഛൻ എന്നെ പ്രാർത്ഥിച്ച് വിട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കൊല്ലത്തച്ഛൻ കടവൂർ അച്ഛൻ അവിടെ ധ്യാനത്തിന് വന്നായിരുന്നു. കടവൂർ ഭയങ്കര റഷായിരുന്നു അവിടെ. ഞാനും അച്ഛനും എൻ്റെ റിലേറ്റീവ് നിർമ്മല രജിച്ചാനും അവിടെ താമസിക്കുന്ന അവർ ഞങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്ത് അച്ഛനെ കാണാനായിട്ട് അവിടെ കൊണ്ടുപോയി. അന്നത്തെ ദിവസം ഇത്രയും ജനങ്ങൾ നിന്നെടുത്ത് ആകപ്പാടെ അച്ഛനെ കാണാനായിട്ട് പെർമിഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനും അച്ഛനും മാത്രമാണ് ആ കോൺവെൻറ്റിൻ്റെ അവിടെ കയറാനും. അച്ഛൻ ബ്ലെസ് ചെയ്ത തിരക്കിൻ്റെ ഇടയിൽ അച്ഛൻ ആ കോൺവെൻറ്റിൽ വെച്ച് പറഞ്ഞു, അച്ഛന് സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷം. ഞാൻ വിചാരിച്ചു ട്രാൻസ്പ്ലാന്റ്, അച്ഛൻ പറഞ്ഞല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്, അത് ശരിയായിരിക്കും. ആക്ച്വലി എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ഈ കണ്ടീഷനിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഉള്ളിൽ ആഗ്രഹം, ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് നമ്മളിപ്പം മെഡിക്കൽ പരമായിട്ടുള്ളവർ എപ്പോഴും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഞാൻ അത് ചിന്തിച്ചു അങ്ങ് നടന്നു. അച്ഛനും ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരേ തീരുമാനമായിരുന്നു. അച്ഛനും ആഗ്രഹമായിരുന്നു, അച്ഛൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ എന്തായിരുന്നാലും പൈസയൊക്കെ റെഡിയാക്കി, ഡോണറെയൊക്കെ കണ്ടു, എല്ലാം റെഡിയായി. കുറേ പൈസ 3 പേര് ഞങ്ങൾ കണ്ടു. 3 പേർക്കായിട്ട് പല പ്രാവശ്യമായിട്ട് പൈസയൊക്കെ ഒത്തിരി കൊടുക്കേണ്ടി വന്നു. അതെല്ലാം പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് മക്കളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ബന്ധുക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ മെഡിസിറ്റി, അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡോണേഴ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്സിനെ മാത്രമേ, ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ ഇതിനെടുക്കാറുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പിന്നീട് മാർസിൽ പോയി, അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളുടെ ക്രോസ് മാച്ചിങ് എല്ലാം കഴിഞ്ഞു. ഈ അനസ്തീഷ്യ പ്രീ ചെക്കപ്പിൻ്റെ വന്ന സമയത്ത് അച്ഛന് നോക്കിയപ്പോൾ കാണാം കാർഡിയക് ബ്ലോക്ക്, 3 ബ്ലോക്കുണ്ട്. അപ്പോൾ പിന്നെ ആകപ്പാടെ തകർന്ന വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോയി, സങ്കടമായി. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 3 ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 2 പിന്നീട് സ്റ്റെൻറ്റ് വിട്ട് 1 ഫോബോയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് ഇനി സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ വാക്കെന്ന് പറയുന്നത്, അച്ഛൻ പറയുന്നത് വെറുതെ അല്ല ജോസഫ് അച്ഛൻ പറയുന്നത്. അച്ഛൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഈ കാര്യങ്ങൾ അച്ഛന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെ. ആ വാക്ക് നമ്മൾ പാലിക്കാതെ, അമ്മയും ഈശോയും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ജോസഫ് അച്ഛൻ പറയുന്നത്. അതിൻ്റെ ഒരു വള്ളി ഇടപോലും തെറ്റിപ്പോവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അത് എന്നിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടും വീണ്ടും അതിലോട്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും മൈൻഡ് മാറി. വീണ്ടും ഞങ്ങൾ സർജറിക്ക് വേണ്ടി ആളെ തിരക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞ് പിന്നെയും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ആളെ കിട്ടി. അത് കഴിഞ്ഞ് ഈ 1 വർഷം കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആളെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തിന് ഒക്ടോബറിലായപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് അങ്ങ് സിക്കായെന്ന് വെച്ചാൽ നിപ്പിന് ഫുള്ളും അങ്ങ് ഇതായി, ക്രിയാറ്റിനൊക്കെ കൂടി ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴേ ഈ ട്രാൻസ്പ്ലാന്റ് എല്ലാം വർക്ക് നടക്കുവാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ കാണാം വീണ്ടും അടുത്ത ഒക്ടോബറിൽ വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പം കാർഡിയാക് ബ്ലോക്ക്. അന്നൊരു 50% ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അന്ന് 50% ഉള്ളതുകൊണ്ട് അത് ചെയ്തില്ല. ലെഫ്റ്റ് മെയിനായിട്ടുള്ളതാണ്, അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ രണ്ടാമതത് പിന്നെ ഒക്ടോബറിൽ പിന്നെയും നമ്മൾ 2 ബ്ലോക്ക് ചെയ്തല്ലോ വെച്ചാൽ 2 ബ്ലോക്ക് പിന്നെ ഉണ്ടായിരുന്നു. ആ 2 ബ്ലോക്കും കൂടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അത് കഴിഞ്ഞ് ബെറ്ററായി. പിന്നെ അച്ഛനും അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ദൈവമേ ക്ഷമയൊക്കെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഈ നിമിഷവും പറയുന്നു, എന്ത് വന്നാലും ഇനി കുഴപ്പമില്ല, ഈശോ തരുന്നതെല്ലാം സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ 2 പേരും തയ്യാറാണ്. അത് കഴിഞ്ഞിട്ട് നവംബറിലായപ്പോൾ ഈ 1 വർഷക്കാലം ഞങ്ങൾക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഈ രോഗത്തിൻ്റെ അതിൻ്റെ പുറകെ നടക്കുവാണല്ലോ. അപ്പോൾ ഈ നവംബറിലായപ്പം വീണ്ടും വയ്യാതെ വന്ന് പിന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പിന്നെ 2 ചെയ്യേണ്ടി വന്നു. 2 അങ്ങനെ ഇപ്പം 3 പ്രാവശ്യമായിട്ട് ഒരു 6 ബ്ലോക്കോളം ചെയ്യേണ്ടി വന്നു. എന്നാലും ഇത്രയും ആരോഗ്യത്തോടു കൂടി ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. നമ്മൾ ശരിക്കും ബൈബിളിൽ വൈദ്യനും രോഗശാന്തി എന്ന് പറഞ്ഞൊരു ബൈബിൾ ഭാഗമുണ്ട്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് വൈദ്യന്മാരെ നമ്മൾ നിന്ദിക്കരുത്. അവർ നമ്മുടെ പ്രതിപുരുഷന്മാരായിട്ടാണ്. വൈദ്യന്മാരെ ഈശോ സൃഷ്ടിച്ചതാണ്. അല്ല, വൈദിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈശോ സൃഷ്ടിച്ചു തന്നാണ്. ഈശോയ്ക്ക് എല്ലാവരുടെ അടുത്ത് നേരിട്ട് വന്ന് ഇറങ്ങി ഒന്നും സംസാരിക്കാനായിട്ട് എപ്പോഴും പറ്റില്ല.
അല്ലാതെ നമ്മളോട് സംസാരിക്കും, പക്ഷെ പ്രവർത്തിക്കാൻ ഈശോയുടെ മക്കളാണ് അവരൊക്കെ, ഡോക്ടേഴ്സും ആ വൈദ്യന്മാരും ആ സമൂഹവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കരുതെന്ന് നിയമമുണ്ട്, ബൈബിളിൽ പ്രത്യേകം ഉണ്ടത്, അതനുസരിച്ചു. പക്ഷേ ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് ഈശോയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് വിടുതൽ തരട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ഈശോയുടെ പ്രവർത്തനം ഒത്തിരി നടന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രാർത്ഥിച്ച് ഈ മൂന്നാമത്തെ, എൻ്റെ മൂത്ത മോന് 3 മക്കളാണുള്ളത്. രണ്ടാമത്തെ മകൻ്റെ പ്രഗ്നൻസിയിൽ ആ സമയത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു, മോന് ഡോക്ടർ പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെലിവറി കണ്ടിന്യൂ ചെയ്യേണ്ട, കൊച്ചിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഡൗൺ സിൻഡ്രോം പോലത്തെ എന്താ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേർ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല, എന്തായിരുന്നു ഞങ്ങളിത് അബോർട്ട് ചെയ്യത്തില്ല, ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. ഈശോ അത്ഭുതം അത് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെലിവറി സമയത്താണ് ഞങ്ങൾക്ക് 10 വർഷത്തെ വിസ കിട്ടി ഞങ്ങളവിടെ പോയത്. പൂർണ്ണ സൗഖ്യത്തോടു നല്ലൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ അവന് 6-7 വയസ്സായി. അതിന് അമ്മ മാതാവിന് 100,000 നന്ദി പറഞ്ഞു. പിന്നെ ഒരു കാര്യം നടന്നതെന്ന് വെച്ചാൽ, ഈ മൂന്നാമത്തെ ഇതുപോലെ ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുക, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു ഒരു ദിവസം പോലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കില്ല. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് മുട്ടുമേൽ നിൽക്കുന്ന നേരത്ത് കാണാം നല്ലവണ്ണം ഈശോ അത്ഭുതമാവണ്ണം മാതാവിനെ കാണിച്ചിരുന്നു. മാതാവ് ഒരു ഉണ്ണീശയെന്ന് വെച്ചാൽ യേശു അല്ല, ഒരു പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞാൻ നല്ലവണ്ണം കാണാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ലവണ്ണം നമുക്ക് കാണാൻ, എനിക്ക് നല്ലവണ്ണം ഞാനത് അനുഭവിച്ചു. അച്ഛനെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എനിക്കൊരു കോള് വന്നു, എൻ്റെ മരുമകളുടെ കോളായിരുന്നു US നിന്ന്. അവൾ വിളിച്ചപ്പോൾ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞു, എനിക്ക് ഈ കാര്യം ഈ മാതാവ് ഈ ഉണ്ണീശയെ കാണിച്ചു തന്നത് ആരായിരിക്കും. അപ്പോഴേ ഈ കോള് വന്നപ്പോൾ ഞാൻ ഉടനെ അവളോട് ചോദിച്ചു, മോളെ നീ പ്രഗ്നൻ്റ് ആണോയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഞെട്ടിയതുപോലെ അവൾ പറഞ്ഞു, അമ്മേ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഞാൻ ഇത് പറയാൻ അമ്മേ ഞാൻ ഇപ്പോൾ വിളിച്ചു തരണം, റിസൾട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് ഡെലിവറി സമയത്ത് ഞങ്ങളവിടെ പോയിരുന്നു. ഒരു മോളെ തന്നെ മാതാവ് കൊടുത്തു, അവൾക്ക് ഞങ്ങൾ ആവാ മരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്നുകൊണ്ട് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഞാൻ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒരു സംഘടനയിൽ, ഒരു സോഷ്യൽ സംഘടനയിൽ പ്രത്യേകം വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളവർക്കും ഞാൻ ആരെ കണ്ടാലും എൻ്റെ കയ്യിൽ എന്തുണ്ടോ അപ്പോൾ ഈശോ പറയും നീ കൊടുക്കേണ്ട ആളെന്ന് എന്നെ ചൂണ്ടി കാണിച്ചു തരും. അപ്പോൾ ഞാൻ അച്ഛനറിയാം എൻ്റെ കയ്യിലിരുന്നാൽ ഒന്നും ഇരിക്കത്തില്ല, ഞാനത് ആരെ കാണുന്നോ അവർക്ക് ഞാനത് കൊടുത്തിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം, ഞാൻ അതുകൊണ്ട് പൈസയൊന്നും കംപ്ലീറ്റ് ഇങ്ങനെ ഞാൻ ഒന്നും വാങ്ങിക്കരുത്, എല്ലാം എൻ്റെ അച്ഛൻ്റെ മുഖേനല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ അതങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ പേപ്പർ വാങ്ങിച്ച് ആ പേപ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ തൈലവും ഇപ്പം 3 ഡയാലിസിസ് വിധമാണ് ചെയ്യുന്നത്. ആ ഡയാലിസിന് പോകാൻ നേരത്ത് എല്ലാ ദിവസവും രാവിലെ ശുദ്ധ തൈലം തേച്ചിട്ടാണ് അച്ഛനെ വിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയാലിസിന് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ പ്രാർത്ഥനയൊന്നും മുടങ്ങാറില്ല. ഞങ്ങൾ പള്ളിയിൽ ഡെയിലി കുർബാന കണ്ടുകൊണ്ടിരുന്നതാണ്. ഈ കൊല്ലത്ത് വന്നതിന് ശേഷം അതിനുള്ള തടസ്സങ്ങളുണ്ട്, അച്ഛന് വയ്യാതായതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞങ്ങൾ ഇത് കാണുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേക സന്തോഷം, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 38 വർഷം തികയുന്നു. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ആദ്യമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് കയറാൻ ഇവിടെ കഴിഞ്ഞു. പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും കോടാനക്കോടി നന്ദി. എൻ്റെ പേര് അലീന ജോജി, ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ, ഇത് ചേച്ചി, ചേട്ടൻ, കൊച്ച്. ഞാൻ ഉടമ്പടി എടുക്കാണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയി 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ചെറിയ രീതിയിൽ ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് നല്ല രീതിയിൽ ബ്ലീഡിങ് കൂടുകയും ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഒത്തിരി താഴെയാണ്, അതുകൊണ്ട് ഈ കുഞ്ഞ് 90% അബോർഷനായി പോകുമെന്ന്. അങ്ങനെ കേട്ടപ്പോൾ വളരെയേറെ സങ്കടമായി. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഈ കുഞ്ഞിനെ ഈ അൾത്താരയിൽ കിടത്തുവാൻ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തരണേ എന്ന്. അങ്ങനെ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാം ഉടമ്പടി തൈലം പുറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു
ബ്ലീഡിംഗ് ഒന്നുമില്ല, കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ മാസങ്ങളെല്ലാം കടന്നുപോയി 35 വീക്സ് ആയപ്പോഴേക്കും ചേച്ചിക്ക് ഫ്ലൂയിഡ് പോവാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം അഡ്മിറ്റാക്കുകയും അവർ ലേബർ റൂമിൽ കയറ്റുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം 12 മണി വരെ നോക്കാമെന്ന്. പക്ഷേ 35 വീക്സ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തല കീഴ്പോട്ടാവുന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് ഇറങ്ങി വരാൻ ഒത്തിരി താമസമുണ്ട്, ആൾക്ക് നല്ല പെയിനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചേച്ചി അഡ്മിറ്റ് ആക്കിയ സമയത്ത് ഞാൻ പേപ്പറിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധ അമ്മയെ അമ്മയുടെ തൈലത്തിന് മുകളിൽ കത്തിവെക്കാൻ ഒരിക്കലും ഇടവരുത്തരുതേ എന്ന് ചേച്ചിക്ക് എന്നും ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ 12 മണിയാണ് ആദ്യം സമയം പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ വീണ്ടും അത് 4 മണി വരെ ആക്കി. അങ്ങനെ 4 മണി വരെ ആക്കിയപ്പോൾ യാതൊരു മാറ്റവും ഉണ്ടായില്ല, ആൾക്ക് പെയിനുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു 4:30 ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ആൾ പറയുന്നത് ഓപ്പറേഷൻ വേണമെന്നാണ്, നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയെ കാണാൻ ഞങ്ങൾക്കൊരവസരം കൂടി കിട്ടി. ആ സമയത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച്, ഞാൻ ചേച്ചിയുടെ നെറ്റിയിൽ കുരിശ് വരച്ചു. എല്ലാ പ്രാവശ്യവും ഞാൻ 4 സൈഡിലായിട്ടാണ് തൈലം പുരട്ടിയിരുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മളൊരു കത്തി എങ്ങനെയാണോ വെച്ച് മുറിക്കുന്നത് അതുപോലെ ആയിരുന്നു. ഞാൻ ആ സമയത്ത് തൈലമെടുത്ത് 2 പ്രാവശ്യം ഞാൻ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ പുരട്ടി. ആ സമയത്ത് അസിസ്റ്റൻറ്റ് ഡോക്ടറും മെയിൻ ഡോക്ടറും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. തൊട്ടടുത്തുള്ള ചാപ്പലിലിരുന്ന്, ലേബർ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു ചാപ്പലാണ്. അപ്പോൾ ആ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു 5 മണി വരെ നോക്കാമെന്ന്. കാരണം ഫ്ലൂയിഡ് പോയത് കൊണ്ട് കൊച്ചിനെ ഒത്തിരി നേരം നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല, കുഞ്ഞിനെ ഇൻഫെക്ഷൻ ആവും, അതുകൊണ്ട് സിസേറിയൻ മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തൈലം പുരട്ടി ഇറങ്ങിയതിന് ശേഷം പിന്നീട് വേഗത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും, വേഗത്തിലായിരുന്നു. അങ്ങനെ 5:11 ഞങ്ങൾക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് എന്ന് പറയുന്നത്, ഇവിടെ സാക്ഷ്യങ്ങളെല്ലാം പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ അടയാളങ്ങൾ കിട്ടിയെന്ന്, മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി, അല്ലെങ്കിൽ സ്വപ്നത്തിൽ മാതാവ് വന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ഒരു അടയാളം നീ തരുമോ എന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കൊന്തച്ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയിൽ മുകളിലായിട്ട് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു നിന്നു. വേറെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പച്ചത്തിരിയിൽ മാതാവിൻ്റെ പൂർണ്ണരൂപം കിരീടം വെച്ച് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അതിന് സൈഡിലായിട്ട് ഒരു വൈറ്റ് ഹാർട്ട് ഉണ്ടായിരുന്നു. തിരിയുടെ മുകളിലായിട്ട് ഒരു രക്തക്കട്ട പോലെ ഉണ്ടായിരുന്നു. ഈ ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഈ മകൾക്ക് 2 മാസം പീരീഡ്സ് ആയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ 6.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്നും ഇത് ഓപ്പറേഷൻ ചെയ്യാതെ മാറുകയില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലമെടുത്ത് വയറ്റത്ത് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആ സിസ്റ്റം പൊട്ടിപ്പോവുകയും തിരെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നും പിറ്റേ മാസം തുടങ്ങി റെഗുലറായിട്ട് പീരീഡ്സ് ആവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ, ഞങ്ങളുടെ പറമ്പിൽ സാധാ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുകയില്ല. ഞങ്ങളുടെ കൃഷി സ്ഥലം നനയ്ക്കുന്നതിന് ഒരു കുഴൽ കിണർ താത്താൻ ഞങ്ങൾ തീരുമാനിച്ച് താത്താൻ വന്നപ്പോൾ നാട്ടുകാർ തടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമതും കിണർ താത്താൻ കിണർ താത്തി 40 അടി താഴ്ചയെത്തിയപ്പോൾ
നാട്ടുകാർ പോലീസിനെ വിളിക്കുകയും തടുക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈ കിണറിൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് തീരെ കിണർ താത്തി കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാൾ പോലും തടസ്സം ചെയ്യാതെ ഞങ്ങൾ കിണർ താത്തി ആവശ്യത്തിന് വെള്ളം കിട്ടി. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് വഴിയിലിരിക്കുന്നവർക്കെല്ലാം ചോറ് വാങ്ങിക്കൊടുക്കും. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രമായാലും ഹോസ്പിറ്റലുകളിൽ റൂമുകളിലെല്ലാം കയറി കൊടുക്കും. വഴിയിലിരിക്കുന്നവർക്ക് എല്ലാം കൊടുക്കും. ആത്മീയമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് കൂടുതൽ ബൈബിൾ വായിക്കുവാനും കൊന്തയൊക്കെ ചെല്ലിയിരുന്ന സമയമെല്ലാം അലസതയോട് കൂടിയിരുന്നാണ് ഞാൻ ചെല്ലിയിട്ടുള്ളത്. ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി കൊന്ത ചെല്ലുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ കുമ്പസാരിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായി ഞാൻ കുമ്പസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇതാണ് എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം. ഞാനും അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും കുമ്പസാരിക്കുകയും ചോറ് കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. ബൈബിൾ വായിക്കാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം. ഡോക്ടർ അബോഷണാവ് പറഞ്ഞ സമയത്ത് റൂമിൽ വെച്ച് ചേച്ചി കാശുരൂപം വയറ്റിന് മുകളിൽ വിശ്വാസം ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് താഴെയാണ്, ആ കുഞ്ഞ് അബോഷണായി പോകുമെന്നാണ്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഏകദേശം ഒരു 2:30 സമയമായിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് എന്തോ പിടിച്ച് കയറ്റി വെക്കുന്നതായിട്ട് എൻ്റെ ചേച്ചിക്ക് അനുഭവപ്പെട്ടു. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയുള്ള അനുഗ്രഹങ്ങൾ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഒരിക്കൽ കൂടി കോടാനക്കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് നിമ്മി. ഞാൻ വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ചേച്ചി നിഷ. ഞാൻ കൃപാസനത്തിൽ 2023 മാർച്ച് 11 വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ 2ാമത്തെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. രാത്രി ആകുമ്പോൾ വല്ലാത്തൊരു പേടിയായിരുന്നു, ഉറങ്ങാനേ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് എൻ്റെ ആൻറ്റിയാണ് എന്നോട് വന്ന് പറഞ്ഞത്, ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്നും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിൻ്റെ അവസ്ഥ മാറുമെന്നും എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ അവസ്ഥ എന്നിൽ നിന്ന് വിട്ടുമാറി. ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, ഇത് ശരിയാവുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, ഇത് എല്ലാവർക്കും ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്, ഇത് സാക്ഷ്യം പറയേണ്ട കാര്യമൊന്നുമില്ലയെന്ന്. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് ഇതേ ഒരവസ്ഥ തന്നെ വന്നു. രാത്രിയാകുമ്പോൾ വല്ലാത്തൊരു പേടി, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ജപമാല റാലിക്ക് വന്ന് പങ്കെടുത്തുകൊള്ളാം, ഇവിടെ അൾത്താരയിൽ വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. രാത്രിയിൽ കിടക്കുമ്പോൾ ബെഡിൽ ഉപ്പ് കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ അവസ്ഥ എന്നിൽ നിന്ന് പൂർണ്ണമായി മാറി. 2ാമത്തെ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ സഹകരണ വകുപ്പിലാണ് ജോലി ചെയ്തു വരുന്നത്. എനിക്ക് വയനാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് ജോലി സ്ഥലമാറ്റം ലഭിച്ചു. ആ സമയത്ത് എനിക്ക് മക്കളെയും വീട്ടിലാക്കി പോകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടിയിലൊരു നിയോഗം വെച്ചു. ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തു. അങ്ങനെ ഞാൻ മലപ്പുറത്തേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് കൊടുത്തു. 3 വർഷം കഴിയാണ്ട് ജോലി സ്ഥലമാറ്റം തിരികെ ലഭിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. ഞാൻ റിക്വസ്റ്റ് കൊടുത്ത ആ ഫോം രാവിലെ ഡെയിലി ബ്രെഡിൽ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കൃത്യം 1 വർഷമായപ്പം എന്നെ തിരികെ വയനാട്ടിലേക്ക് തന്നെ സ്ഥലം മാറ്റം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ കൂടെ റിക്വസ്റ്റ് കൊടുത്ത ആൾക്കൊന്നും സ്ഥലമാറ്റം ലഭിച്ചില്ല. എനിക്ക് മാത്രമാണ് പരിശുദ്ധ അമ്മ സ്ഥലമാറ്റം നൽകി അനുഗ്രഹിച്ചത്. 3ാമത്തെ ഒരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ ചേച്ചിയുടെ ഒരു രോഗസൗഖ്യമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു.
ഉടമ്പടി എടുത്തെങ്കിലും ചേച്ചി ഉടമ്പടിയുടെ നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചിരുന്നില്ല. ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ എൻ്റെ ചേച്ചിയെ ഒരു പൂർണ്ണ വിശ്വാസിയാക്കി മാറ്റണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഒരു ട്രെയിനിങ് സംബന്ധമായി ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരു ദിവസം രാവിലെ അമ്മ എന്നെ വിളിക്കുകയാണ്. ചേച്ചി തലകറങ്ങി ബാത്റൂമിൽ വീണു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. ആ ടൈമിൽ ഞാൻ വിചാരിച്ചു സാധാരണ ഒരു തലകറക്കമായിരിക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു, ഫുഡ് ഇൻഫെക്ഷനാണ്, കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കലാണ്, ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ഡാമേജാണ്, ചേച്ചിയെ കൽപ്പറ്റയിൽ നിന്നും കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയാണ്. ഞാനപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, ഞാനും ചേച്ചിയും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാം, ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ ചേച്ചിയെ തിരികെ ലഭിക്കണമെന്ന്. ഞാൻ ആ ട്രെയിനിങ് പൂർത്തിയാകാതെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കോഴിക്കോടേക്ക് പോയി. ഞാൻ പോകുമ്പോൾ ഉടമ്പടി തൈലവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് ചെന്നപ്പോൾ ചേച്ചി വെൻറ്റിലേറ്ററിലാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഉടമ്പടി തൈലം കൊടുത്തു. ചേച്ചിയെ അമ്മ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി റിക്കവർ ആവാൻ തുടങ്ങി. 6 ദിവസം ഇന്ന് വെൻറ്റിലേറ്ററിൽ കിടന്ന ചേച്ചിയെ പിന്നെ റൂമിലേക്ക് മാറ്റി ദൈവം പൂർണ്ണമായൊരു സൗഖ്യം നൽകി. ഈ രോഗസൗഖ്യത്തെക്കുറിച്ച് ചേച്ചി പറയും. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും യേശുക്രിസ്തുവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നു പറഞ്ഞതാണല്ലോ. 2022 വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം വിശ്വാസവും ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. 2022 എനിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ബയോപ്സിക്ക് അയച്ചു. റിപ്പോർട്ട് പോസിറ്റീവായിരുന്നു. പോസിറ്റീവാണെന്ന് കേട്ടതേ ഞാൻ ആകെ തകർന്നു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത എനിക്കെന്തിനും ഇങ്ങനെ ദൈവം ഇങ്ങനെ ഒരു ശിക്ഷ എന്ന്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം, എനിക്കിനി ദൈവമൊന്നും വേണ്ട, ഞാൻ ചികിത്സയ്ക്ക് പോയിക്കോളാം എന്നുള്ളൊരു രീതിയിൽ ഞാനും അങ്ങനെ പോയി. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയതോടുകൂടെ ഞാൻ ആകെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഫുള്ള് ശരീരം മുഴുവൻ നീര് കയറി, ഒരു കണ്ണിനൊക്കെ ഒരു വര മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ ദിവസം ചെല്ലും തോറും ശരീരമൊക്കെ അങ്ങനെ വീർത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടുക. അപ്പം ബുദ്ധിമുട്ടുമ്പോൾ 2023 എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴ ഒരു കൃപാസനം ഉണ്ട്, നീ ഒന്ന് വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഇതേക്കുറിച്ച്. ഞാൻ വന്നു, അമ്മയുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട്. ഞാനും പോയി ഉടമ്പടി എടുത്തു. 90 ദിവസം ഇങ്ങനെ കറക്റ്റ് ദിവസം എണ്ണി ഞാൻ പ്രാർത്ഥിച്ചു. ആ 90 ദിവസത്തോടെ സകല കാര്യവും ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ഇടയിലൊന്ന് പത്രം കൊടുത്തു എന്നല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിട്ടു. 2025 ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അസുഖം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി. എനിക്ക് ജോലിക്ക് പോകുമ്പോഴും ഒന്നിനും പറ്റുന്നില്ല, ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, ഇന്നിട്ട ഡ്രസ്സ് നാളെ ഇടാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടി കേട്ടപ്പോൾ എന്നോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, നീ കൃപാസനത്തിൽ പോവാം, ഒന്ന് സാക്ഷ്യം പറയാമെന്നൊന്ന് നേർച്ച ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം ഒരു നേർച്ച നേർന്നു. ആ നേർച്ച നേർന്നതോടെ അവിടെ വിടുകയും ചെയ്തു. രക്ഷപ്പെട്ടാ പറഞ്ഞാൽ മതിയല്ലോ, എന്തിനാ വെറുതെ പറയുന്നതെന്നുള്ളൊരു ചിന്തയായിരുന്നു. ഫെബ്രുവരി 2024 11-ാം തീയതി ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് മാതാവിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, മാതാവേ, ഇന്ന് 6 മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ 6 മണിക്കകത്ത് എൻ്റെ വയറിൻ്റെ അസ്വസ്ഥതകൾ മുഴുവൻ മാറ്റിത്തരണം. കാരണം ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്തിനാ ജീവിക്കുന്നത്, അത്രമേ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് 6 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ആ സമയത്തിനകത്ത് എനിക്ക് സുഖമാക്കി തരണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരാണ്. വൈകുന്നേരം ബാങ്കിലെ വർക്ക് ചെയ്യുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാഷൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ എനിക്കൊരു പനിയും ഒരു മേലുവേദനയും വിറയലും അങ്ങ് വന്നു. ഒരു രക്ഷയില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ ഒന്നിനും വയ്യ. സമയം നോക്കുമ്പം കറക്റ്റ് 6 മണിയാണ്. അങ്ങനെ അപ്പോൾ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൽക്കാലത്തേക്കുള്ള മരുന്നും തന്ന് ഞാൻ വീട്ടിൽ പോയി. ഒരു 9 മണിയായപ്പോഴത്തേക്കും വയറ്റുനോക്ക് ഛർദിയും തുടങ്ങി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ കൂടെ ഏതായാലും കിടക്കണ്ട, ഞാനിന്ന് തന്നെ കിടന്നോളാം, എന്തായാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പം ഞാനിങ്ങനെ തനിയെ കിടന്നോളാം, നിങ്ങൾ പോയിക്കോ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അപ്പുറത്ത് പോയി കിടന്നു. അങ്ങനെ വയറ്റുനോക്ക് ഛർദിയും കൂടി 5 മണിയായപ്പോഴത്തേക്കും ഞാൻ ബോധം കെട്ട് വീണു. അവർ അപ്പോഴേ ഒച്ച കേട്ട് വന്നു. വേഗം കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ICUലായിരുന്നു. BP ഡൗൺ ആവുകയാണ്, ഒരു വിധത്തിലും അപ്പാവുന്നില്ല. കാലിൻ്റെ ഞരമ്പ് മുറിച്ച് 4 സ്റ്റെപ്പ് ഇട്ടിട്ടും BP അപ്പാവുന്നില്ല. അതായത് ഒരു മരിച്ച കണ്ടീഷൻ. അവിടുന്ന് പറഞ്ഞു, ഒരു രക്ഷയില്ല, വേഗം മിംസിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ. അങ്ങനെ നേരെ മിംസിലേക്കാണ് കൊണ്ടുപോയി. മിംസിൽ പോയപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ഒരു രക്ഷയില്ല, 15% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കില്ല. അതായത് ആൾ മരിച്ചു, ഇതിനകത്ത് ഒരു മെഡിസിൻ ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നുമില്ല, വർക്കിംഗ് ഇല്ല. അറ്റാക്ക് 2 വന്നു.
ഒരു രക്ഷയില്ല. അറ്റാക്ക് ആൻജിയോ ചെയ്യണമെങ്കിൽ മെഡിസിൻ കയറില്ല, അതേപോലെ CT സ്കാൻ ചെയ്യണമെങ്കിൽ അതിന് മെഡിസിൻ ചെയ്യാൻ പറ്റില്ല. ഒരു മരിച്ച ഒരാളുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് മരുന്ന് കയറ്റുന്നത് എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു വരുന്നത് പോലെ വന്നോട്ടെ, എനിക്ക് എന്തായാലും എനിക്ക് അവളെ തിരിച്ചു തരണമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഈ സമയത്ത് ഞാൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ചെറിയൊരു ബോധത്തോടുകൂടെ എന്നെ ഇങ്ങനെ കുറച്ച് മാലാകമാരിങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരിങ്ങനെ വർത്തമാനം പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിചാരണ എന്ന് പറയാം, വിചാരണയ്ക്ക് എന്നെ നിർത്തിയിരിക്കുകയാണ്. ഒരാൾ പുറംതിരിഞ്ഞ് ഒരു ബുക്കും പിടിച്ചുകൊണ്ട് ഒരാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു വശത്ത് ഇടതുവശത്ത് നിന്ന് എൻ്റെ ദോഷം, ഞാൻ ചെയ്ത കുറ്റങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് 2.5 മാസമായി കുമ്പസാരിച്ചിട്ട് നേർച്ചക്കടങ്ങൾ കുറേ വീട്ടാനുണ്ട്. ഈ 2 കുറ്റമാണ് മെയിനായിട്ട് എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ വിചാരിച്ചു എന്താ കാര്യം, എന്തായാലും ഞാൻ മരിച്ചു, തീരുമാനമായി. ഇപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് ഇല്ല അവൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. 2 സൈഡിൽ നിന്ന് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഇല്ല സമയമായിട്ടില്ല, അവൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ആ ശബ്ദം വന്നതേ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ശ്വാസം വിട്ടു. അതുവരെ ഞാൻ ശ്വാസം ഇല്ലാണ്ട് ഇങ്ങനെ എയറിൽ നിൽക്കുക. ഞാൻ ശ്വാസം വിട്ടു. പിന്നെ ഇത് കഴിഞ്ഞതോടുകൂടെ മെഡിസിൻ എല്ലാം പെട്ടെന്ന് കയറാൻ തുടങ്ങി. CT സ്കാൻ ചെയ്തപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായി. കൊളൈറ്റിസ് ആയി. ഡോക്ടർമാർക്ക് പോലും അത്ഭുതകരമായ രീതിയിലാണ് എൻ്റെ ഒരു റിക്കവറി അവിടെ നടന്നത്. ഇങ്ങനെയൊരു പ്രശ്നമുള്ള ആളാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്, അങ്ങനെ അവിടെ വന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ തിരിച്ചു വന്നിരുന്നത്. കാരുണ്യപ്രവർത്തികൾ അന്നും ആര് മുന്നിൽ വന്നിരുന്നാലും വെറും കൈയോടെ ആരെയും പറഞ്ഞു വിടാറുണ്ടായിരുന്നില്ല. അത് വലിയൊരു അനുഗ്രഹം. എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് അവിടെ നിന്ന് ദൈവം പറഞ്ഞതും അത് തന്നെയാണ്. ഇന്നിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പഴയത് ഞാൻ എന്തായിരുന്നോ അതിൻ്റെ നേരെ വിപരീതമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അന്ന് ഒരു ബൈബിളിൻ്റെ അടുത്തുനിന്ന് ഒരു വരി പോലും വായിക്കുകയോ ഒരു കുടുംബ പ്രാർത്ഥനയോ പോലും ഇല്ലാതിരുന്ന ഞാനിന്ന് ബൈബിൾ വായിക്കുകയും ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കുകയോ എൻ്റെ കുടുംബത്തിലും എല്ലാവരും ആ രീതിയിലേക്ക് ആത്മീയമായി ഒരുപാട് വളർന്നിട്ടുണ്ട്. മാതാവിന് ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് കൃപാസനം പത്രം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊടുക്കും, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ കൊടുക്കും. അനുയോജ്യമായ കൈകളിലേക്ക് ഈ പത്രം എത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണും. എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് ഞാൻ അവർക്ക് കൊടുക്കും. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആത്മീയമായി ഒരുപാട് വളർന്നു. ഓരോ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും എന്നെ രാത്രിയിൽ അമ്മ സ്വപ്നത്തിൽ കാണിച്ചു തരും. പ്രധാനപ്പെട്ട എന്ത് കാര്യം നടക്കുമ്പോഴും എന്നെ കാണിച്ചു തരും. കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. ദിവ്യബലിയിൽ ഞാൻ പോകും. ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിന് പരിപാവനമായ ഈ പുണ്യ അൾത്താരയിൽ പ്രത്യക്ഷയായ പരിശുദ്ധ ജീവനോട് പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായ നന്ദിയും അമ്മയോടുള്ള തിരുക്കുമാരനോട് കടപ്പാടും രേഖപ്പെടുത്തുവാൻ എന്നെ ഈ വേദിയിൽ, ഈ പരിശുദ്ധമായ ഈ വേദിയിൽ എന്നെ സാക്ഷിയാക്കിയതിന് നന്ദി പറയാനുമുള്ള ഒരവസരമായി ഞാനിതിന് കരുതുകയാണ്. എൻ്റെ പേര് ബിജു LT. ഞാൻ കുണ്ട്ര കുമ്പളം സെൻറ്റ് മൈക്കൽ ഇടവക ദേവാലയത്തിൽ നിന്ന് വരുന്നു. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഉടനടി പരിഹാരം നൽകുന്ന ഉടമ്പടി എന്നൊരു സമ്പ്രദായം നടക്കുന്ന കൃപാസനം എന്നൊരു സ്ഥലം. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ഞാൻ 15/10/2022 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ചിട്ട് ഒരു കവനൻ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റും കവനൻ്റ് തമ്മിലുള്ള വ്യത്യാസം എന്തുവാണെന്നൊന്നും ഞാൻ കൃത്യമായിട്ടൊന്നും പഠിച്ചിട്ടല്ല ഇവിടെ വന്നത്. ഞാൻ വന്ന് ഒരു ഉടമ്പടി എടുത്തു. ഉടനടി പരിഹാരം കിട്ടുമെങ്കിൽ കിട്ടട്ടെ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ഞാൻ വളരെ ഉളപ്പി ഞാൻ പോയി. കൃത്യമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പോലും ഞാൻ ചെല്ലാതിരുന്നു. കാരണം ഞാൻ അന്ന് എനിക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങളായിട്ടൊന്നുമില്ലായിരുന്നു, ചുമ്മാ ഒന്ന് വന്നു പോയി. പക്ഷേ അമ്മ എൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്ന് ഞാൻ പിന്നീടത് മനസ്സിലാക്കി. ഞാൻ ഉടമ്പടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുമൊക്കെ ഞാൻ ജോലി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ BT ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ 1-2 ഇൻസിഡൻറ്റ് എൻ്റെ അമ്മയിലേക്ക് വളരെയധികം അടുപ്പിച്ചു.
ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയ ഞാൻ തിരിച്ച് അമ്മയുടെ മുമ്പിൽ വരുന്നത് എനിക്ക് ഒരു സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പ് ഷെഡ് ഉൾക്കാടുകളിലാണ്. അവിടെ ഷെഡിൽ ഇൻസ്പെക്ഷന് വേണ്ടി പോയ സമയത്ത് അവിടെ ആനകൾ കയറാതിരിക്കാൻ വേണ്ടി ആനത്താരകൾ അഥവാ എലഫൻറ്റ് ട്രഞ്ചുകൾ നിർമ്മിച്ചിരിക്കും. നമുക്ക് ക്വാർട്ടേഴ്സിൽ കിടക്കുമ്പോൾ ആനകൾ വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി എലഫൻറ്റ് ട്രഞ്ച് തയ്യാറാക്കിയിരിക്കും. ആ എലഫൻറ്റ് ട്രഞ്ചിലൂടെ നമുക്ക് കടന്നു പോകാൻ വേണ്ടി പാഴ്ത്തടികളിട്ടാണ് നമ്മൾ ക്രോസ് ഇട്ടിരുന്നത്. ആനകൾ കയറിയ വലിയ ബലമുള്ള തടികളിട്ടാൽ ആനകൾ കയറും. അതുകൊണ്ട് പാഴ്ത്തടികളിട്ടാണ് നമ്മൾ ക്രോസിന് ഇട്ടിരിക്കുന്നത്. ആ തടിയിൽ ചവിട്ടി ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ വേണ്ടി, ക്യാമ്പ് ഷെഡിലേക്ക് പോകാൻ വേണ്ടി ചെന്നപ്പോൾ ആ തടി നടുക്ക് വെച്ച് ഒടിഞ്ഞ് ഞാൻ ആനത്താരയിൽ ആ കല്ലും പുറത്ത് 10 അടി താഴ്ചയിൽ എൻ്റെ ചെവി ഇടിച്ച് മറിഞ്ഞു വീണു. ചെവിയുടെ ഇത്രയും ഭാഗം എനിക്ക് ഊതി അടച്ചതുപോലെ തോന്നി. എന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളെല്ലാം കൂടി എന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഞാൻ അന്ന് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തമിഴ്നാടിൻ്റെ ബോർഡറിലുള്ള ഭാഗമായ അച്ചൻകോവിൽ ഡിവിഷനിലായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇയർ ഡ്രം പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ENT കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഡോക്ടർ റെഫർ ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ ദേഹം മൊത്തം വേദനയായിരുന്നു, ചെവിക്കും എല്ലാം വേദനയുണ്ട്. അങ്ങനെ എൻ്റെ ഓഫീസർ എൻ്റെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു. അദ്ദേഹം വന്ന് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി. ഞാൻ ENT പോയി കണ്ടു. ENT പറഞ്ഞു, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചെവിക്ക് ഒരു 0.2 ഡെസിബിൾ കേൾവി ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും സുഖമാകണമെങ്കിൽ 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. എന്നാൽ ഈ ചെവിക്ക് പൊടിയോ വെള്ളമോ വല്ലതും തട്ടിയാൽ ഇൻഫെക്ഷനായി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഈ ഓപ്പറേഷൻ ചെയ്താലും നിങ്ങളുടെ കേൾവി ശക്തി പഴയ അവസ്ഥയിലേക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് അമ്മ എന്നെ പിന്തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മയുടെ ഈ സന്നിധിയിലേക്ക് അമ്മ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ആ ഇൻസിഡൻ്റ് ഉണ്ടായതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ ഡോക്ടർ പൂർവ്വസ്ഥിതിയിലേക്ക് നിങ്ങളുടെ അസുഖം എത്തത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടന്നാൽ പോലും പഴയ അവസ്ഥയിലേക്ക് നിങ്ങളുടെ കേൾവി ശക്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ആലപ്പുഴ വേറൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറുടെ അടുത്ത് ഞാൻ പൊക്കോളാം. അവിടെ ഓപ്പറേഷൻ കൂടാതെ ഇത് സുഖമാക്കുന്ന ഒരു ഡോക്ടറിനെ എനിക്കറിയാം. എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പറഞ്ഞ് യാത്രയൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ ചെവിയിൽ ഒരു ഇയർ ക്യാപ്പ് വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ കൃപാസനത്തിലെത്തി. ഞാൻ മാതാവിൻ്റെ നടയിൽ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ, പണി തന്നതാണല്ലേ, അമ്മയ്ക്ക് എന്നെ കാണാൻ വേണ്ടി തന്നെ അല്ല, ഞാൻ എന്നെ വരുത്താൻ വേണ്ടി പണി തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ഒരു പരിഭവം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അകത്ത് കയറി വന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ ഇരുന്ന് കുറേ നേരം അമ്മയെ നോക്കിയിരുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിക്ക് ശേഷം ഈ 3 മാസം എനിക്ക് പൂർണ്ണമായ വിശ്രമം കിട്ടി. എൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. എങ്കിലും എൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് സുഖമായിട്ട് വന്നാൽ മതി നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ അവസാനം 3 മാസത്തെ റെസ്റ്റിന് ശേഷം ഞാൻ ഇവിടുത്തെ തൈലങ്ങളും മറ്റും ഉപയോഗിച്ച് എൻ്റെ ചെവികളിൽ തൊടുകയും അതിടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് വിശ്വാസത്തോடு തന്നെയാണ് പിന്നീട് ചെയ്തത്. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാൻ 2ാമത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മ മാതാവിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ചെവിക്ക് അതേ പഴയ അവസ്ഥയിലേക്ക് എൻ്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടിയായി ഡോക്ടർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി 2ാമത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ അച്ചൻകോവിൽ ഡിവിഷനിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സതേൺ സർക്കിളിൽ അതുകൂടാതെ തന്നെ നമ്മുടെ സതേൺ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ഇക്കോ ടൂറിസത്തിൽ അസിസ്റ്റൻറ്റ് ഇക്കോ ടൂറിസം ഓഫീസറായിട്ട് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അത് കുംഭാവരട്ടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അവിടെ കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകൾ തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാടിൻ്റെ ബോർഡറാണ്. കോട്ടവാസൽ എന്ന് പറയുന്ന തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലമാണ്. മണലാർ കുംഭാവരട്ടി എന്ന് പറഞ്ഞത്
നമ്മുടെ ഇക്കോ ടൂറിസം മാപ്പിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ അതിൻ്റെ സീസണിലൊക്കെ തന്നെ ഒരു ദിവസം 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇക്കോ ടൂറിസം പോയിൻ്റാണ്. ഏകദേശം 5000-ഓളം ഒക്കെ ആൾക്കാർ സീസണിൽ വരുന്ന സ്ഥലമാണ്. അവിടെ ജോലി ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ടൂറിസ്റ്റുകൾ വരുന്നതും പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ചോദിക്കും, എങ്ങനെയുണ്ട്, ഹൗ ഈസ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ ரொம்ப നന്നായിരിക്കും സാർ, ரொம்ப നന്നായിരിക്കും, വി ആർ ഓൾ ഹാപ്പി എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഒരു ദിവസം ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലിരിക്കെ വയർലെസ്സിൽ ഒരു മെസ്സേജ് വന്നു. കുമ്പാവട്ടി വെള്ളച്ചാട്ടത്തിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി, കുറേ പേരെ കാണുന്നില്ല, കുറേ പേര് മരിച്ചു, കുറേ പേര് ഒഴുക്കിക്കൊണ്ടുപോയി എന്നുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ, ഇങ്ങനെയുള്ളൊരു മെസ്സേജ് പെട്ടെന്ന് വയർലെസ്സിൽ വന്നു. ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ ഡ്യൂട്ടി എൻ്റെ വയർലെസ്സും എടുത്ത്, ഞാൻ യൂണിഫോമിലായിരുന്നു, ഞാൻ പെട്ടെന്ന് ഓടി ഈ ടൂറിസം പോയിൻറ്റിലേക്ക് പോകുവാണ്. കാരണം എനിക്ക് ചാർജുള്ള സ്ഥലമാണ്, എൻ്റെ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെ ഇക്കോ ടൂറിസം ഗൈഡുകൾ അവിടെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ വളരെ അത്രയും നാൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അവിടെ സ്ത്രീജനങ്ങളും കുട്ടികളുമെല്ലാം വാവിട്ട് കരയുന്നു. ഞാൻ ഓടി വരുന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സാർ കാപ്പാത്തുങ്കോ സാർ, പുള്ളയും അവർ കണവന്മാരും എല്ലാം വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിപ്പോയി സാർ, കാപ്പാത്തുങ്കോ സാർ, കാപ്പാത്തുങ്കോ സാർ എന്ന് പറഞ്ഞ് അവർ അലമുറയിട്ട് കരയുന്ന ഒരു അനുഭവം. ഞാനെൻ്റെ വേറൊന്നും ആലോചിച്ചിട്ടില്ല. എനിക്ക് ആകെയുള്ള എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും എന്ന് പറയുന്നത് ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഒരാളാണ് എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതിലുപരി എനിക്ക് വേറെ ഒന്നും ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നത്, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയാൻ എനിക്ക് നീന്തലറിയാം. ആ ഒരു കോൺഫിഡൻസും കൂടെ വെച്ച് ഞാൻ ഈ യൂണിഫോം ഇട്ട് ഞാൻ എൻ്റെ വയർലെസ് ഒരു കൂടുതൽ സ്റ്റാഫിനെ കൊടുത്തു. ഞാൻ ഷൂ ഊരിയിട്ടിട്ട് ഞാൻ യൂണിഫോമിൽ ഇക്കോ ടൂറിസത്തിലേക്ക് ഇറങ്ങുവാണ്. അവിടെ ടൂറിസം അവിടെ കാണാൻ പറ്റത്തില്ല, ശക്തമായ വെള്ളം വന്ന് വീഴുവാണ്. മലയിൽ നിന്ന് വെള്ളവും മണലും ഇതെല്ലാം വീഴുന്ന സ്ഥലമാണ്. എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എനിക്ക് സ്വയം അറിയാമെങ്കിൽ പോലും എനിക്ക് ചാർജുള്ളൊരു സ്ഥലമായതുകൊണ്ടും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ കടപ്പാട് കൊണ്ടും ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒത്തിരി പേര് വന്ന് തടഞ്ഞു. കൂടുതലുള്ള സ്റ്റാഫുകളും മറ്റേ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, സാർ ഇറങ്ങല്, അപകടമാണ് സാർ, മരണം വരെ സംഭവിക്കും സാർ, ഇറങ്ങരുത് എന്നിട്ട് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടായി, ഞാൻ ഇറങ്ങി. ഞാൻ യൂണിഫോം ഇട്ട് എൻ്റെ ഷർട്ട് ഇട്ടിട്ട് എനിക്ക് നീന്താൻ പറ്റാൻ ഞാൻ ഷർട്ട് ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും ഈ അകത്തേക്ക് പോകുമ്പോൾ ഒരു 30 മീറ്റർ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. 16ഓളം പേര് അകത്ത് തന്നെ കുടുങ്ങി കിടക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം കുറേ പേര് രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അവിടുത്തെ ഇക്കോ ടൂറിസം ഗൈഡുമാരെല്ലാം കൂടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അപ്പം 10-16ഓളം പേരെല്ലാം നിരന്ന് ഇങ്ങനെയൊക്കെയാണ്. അതിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുണ്ട്, ഒരു കുഞ്ഞുൾപ്പെടെയുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഭീകരമായ വെള്ളം എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല, കണ്ടു കഴിഞ്ഞാൽ പേടി വരും. അപ്പോൾ ഞാൻ അവരെ മാറാപ്പിൽ കെട്ടി, അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ടായിരുന്ന അയാളുടെ മുണ്ടിനകത്തിൽ മാറാപ്പിൽ കുഞ്ഞിനെ കെട്ടി ഇപ്പുറത്ത് കൊണ്ട് എത്തിച്ചു. അയാൾ ഒരു വടത്തിൽ പിടിച്ച്, അദ്ദേഹത്തിന് നീന്തറിയത്തില്ല, ഞാനൊരു കുഞ്ഞിനെ ഇദ്ദേഹത്തിനും കൂടെ പിടിച്ച് വടത്തിൽ കൊണ്ടെത്തിച്ചു. അത് ആരോ യൂട്യൂബിൽ എടുത്തിട്ടു. ആ യൂട്യൂബിൽ ഒരു വീഡിയോ മീഡിയക്കാർക്ക് കിട്ടി. മീഡിയയിൽ അന്നത്തെ ദിവസത്തെ വാർത്ത ഇത് മൊത്തം വന്നിരുന്നു. കുമ്പാവട്ടി മണൽ വെള്ളച്ചാട്ടത്തിൽ മലവെള്ളപ്പാച്ചിൽ ഒത്തിരി പേർ കുടുങ്ങിപ്പോയി, ഒരാൾ മരിച്ചു, 2 പേര് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, കുറേ പേരെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ്. അവിടെ മൊബൈൽസ് ഒന്നും കിട്ടാത്തൊരു സ്ഥലം കൂടെയായിരുന്നു. അപ്പോൾ ഈ വാർത്ത പത്രത്തിലും മീഡിയകളിലൊക്കെ വളരെ വൈറലായിട്ട് വന്നു. എല്ലാ മീഡിയയിലും ഈ എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ഈ വാർത്ത വന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം എനിക്ക് വെള്ളത്തിൻ്റെ പായ്ച്ചിൽ വീണ്ടും കൂടിക്കൂടി വരികയാണ്. ഞാൻ അവസാനമായിട്ട് അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങളിൽ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തിയിട്ടേ ഞാനിവിടുന്ന് പോകത്തുള്ളതെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തുന്നിടം വരെയും ഒരു 2.5 മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഞാൻ അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ അടുത്ത് ഈ ജനങ്ങൾ പോയവർ അവരെ കുട്ടികളെയും അവരെ ഭർത്താക്കന്മാരെ തിരിച്ചു കിട്ടിയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നീ താൻ കടവുൾ സാർ, നീ താൻ കടവുൾ. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. അതിനുശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സംഭവങ്ങൾ വിലയിരുത്തിയിട്ട് എനിക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിന് വേണ്ടി ഉള്ള നോമിനേഷന് എൻ്റെ പേപ്പർ അയച്ചു. അവിടെയും അന്നേരം ആ സമയങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ 2022 ഈ സംഭവം ഉണ്ടാകുന്നു. 2023 എൻ്റെ പേപ്പർ കൊടുക്കുന്നു. അപ്പോൾ 2023 പേപ്പർ കൊടുത്തപ്പോൾ അതിൻ്റെ ടൈമിൽ കൃത്യമായ സമയത്ത് എത്താത്തതുകൊണ്ട് അവിടുന്ന് ആ വർഷം നടന്നില്ല.
അടുത്ത വർഷമായപ്പോൾ നമ്മുടെ ഓഫീസർമാർ പറഞ്ഞു, ബിജുവിന് അർഹതയുള്ളതാണെങ്കിൽ അത് ബിജുവിനെ തേടി വരും, അതുകൊണ്ട് ഈ വർഷം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കൊടുത്തു. അപ്പോൾ എനിക്കെതിരെ കുറച്ച് പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ, വ്യാജ പരാതികൾ, പേരില്ലാത്ത പരാതികളും മറ്റൊക്കെ കൊടുത്തു. അതിന് അന്വേഷണം വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അവസാന തീരുമാനം എടുക്കുന്ന ദിവസം വലിയ ഓഫീസേഴ്സ്, ഹയർ ഓഫീസേഴ്സ്, IFS ഓഫീസേഴ്സിൻ്റെ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിൽ ഫൈനൽ തീരുമാനം എടുക്കുന്ന ദിവസം അന്ന് ഞാൻ ലീവിനുണ്ടായിരുന്നു. ഞാൻ അന്നേരം കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഈ ഇവിടെ ഒരു കസേരയിലിരുന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു. മാതാവേ, ഇഫ് ഐ ഡിസേർവ് ഇറ്റ് യു ഷുഡ് ഗീവ് മീ, ഇഫ് നോട്ട് ലീവ് ഇറ്റ്, ഐ വിൽ നെവർ കം ടു ആസ്ക് യു. ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. ഞാനന്ന് ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ എന്നെ ബ്ലെസ് ചെയ്തു. ഞാൻ വെളിയിലിറങ്ങി ഉടമ്പടിയെല്ലാം ഇത് പുതുക്കി, ഇതെല്ലാം ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാനായിട്ട് നിൽക്കുമായിരുന്നു, വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിപ്പോകാനായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്നൊരു കോൾ വന്നു. എൻ്റെ പേര് ഏറ്റവും മുമ്പിൽ സെലക്ഷൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യൂണിഫോം ഇട്ട ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനിവിടെ വെച്ച് ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് പറഞ്ഞത് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിനു മുമ്പിൽ അമ്മ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞാൻ ഈ 2025 4/1/2025 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരളത്തിലുള്ള 51 പേർക്ക് 2 വർഷത്തെ 23-24 വർഷത്തെ സേവനത്തിന് കൊടുത്ത 51 പേരുടെ വിശിഷ്ട സേവനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടുവാൻ അമ്മ എന്നെ സഹായിച്ചു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പോലും എനിക്കുണ്ടായ ഒരു അനുഭവം, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് അമ്മ എന്നെ അപ്രാപ്യമായ പാറയിലേക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അവാർഡാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള അവാർഡ്. അതുവരെ അമ്മ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ നേടിത്തന്നു എന്നുള്ളൊരു സാക്ഷ്യം ഇവിടെ നിങ്ങളോട് പ്രത്യേകമായിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നടന്ന ഈ 2 സംഭവങ്ങളും. കൂടാതെ ഞാൻ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ 10-20 വർഷമായിട്ട് നമ്മൾ കമ്പനികളൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് മദ്യമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എനിക്ക് മാതാവിലേക്ക് അമിത വിശ്വാസമായപ്പോൾ ഞാൻ ആ കാര്യങ്ങളെല്ലാം പാടെ ഉപേക്ഷിച്ചു. അതിനും മാതാവ് എനിക്ക് ശക്തി. ഞാനിപ്പോൾ 4 വർഷമായി മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ എൻ്റെ മകൾക്ക് +1 എൻ്റെ മകൾക്ക് SSLCക്ക് സമയമായപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു. മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല മാർക്കോടുകൂടി നല്ല റിസൾട്ട് തരണമേ നമ്മെടുത്ത് പ്രാർത്ഥിച്ചു. അതിന് മകൾക്ക് SSLCക്ക് ഫുൾ A+ മാർക്ക് കിട്ടി. ഇന്ന് മകളിൽ നിന്ന് കൂടെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനും എനിക്കിനി മാതാവ് നേരിട്ടും അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിന് അടുത്ത ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് വീണ്ടും ബാക്കി പറയാം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിലേക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് വന്നെത്തിച്ചേരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ എൻ്റെ പേര് വെളിപ്പെടുത്താത്ത രീതിയിൽ ഞാൻ ഈ വണ്ടിയിൽ അവർക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അവർക്ക് പൈസ കൊടുത്തിടും. ഒരാൾക്ക് 700 രൂപ വെച്ചിട്ടാണ് ഉള്ള ഫുൾ ചിലവ്. അപ്പോൾ വണ്ടിക്കൂലിയും ഇവിടെ വരെ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും കൂടെ ഞാൻ പൈസ കൊടുത്തു വിടും. പിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൃപാസനത്തിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ അച്ഛൻ നേരത്തെ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ പൊതുവേദികളിൽ 10 പേര് കൂടുന്നിടത്താണ് ഈ പത്രം കൊടുക്കേണ്ടത്. അല്ല ദൈവത്തിന് പ്രകീർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ 10 പേരല്ല, 100 അല്ല, 1000 പേര് നിൽക്കുന്ന വേദികളിൽ പോലും ഞാൻ കൊണ്ട് കൊടുക്കും. എനിക്ക് പേടിയൊന്നുമില്ല. കാരണം നമ്മൾ ദൈവത്തെ എത്രത്തോളം അറിയുന്നു, എത്രത്തോളം സ്നേഹിക്കുന്നു, അത്രയും നമുക്ക് ദൈവത്തെ ഉയർത്താൻ നമ്മൾ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പ്രത്യേക സ്പർശനവും സ്നേഹവും ദൈവത്തിൻ്റെ സാമീപ്യവും അമ്മയുടെ സാമീപ്യവും എല്ലാം അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവിടെ ഒരു അഗതി മന്ദിരമുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയി അവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അവർക്കും ഞാൻ എന്നെകളൊക്കെ ഒന്ന് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഡെയിലി ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്ത് അടുത്ത് പള്ളിയൊന്നുമില്ല. അപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോവും. അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ജപമാലകൾ ചൊല്ലും. അത് ഒരു ജപമാലയോ 2-3 എനിക്കൊക്കുന്നത്രയും രീതി ചെല്ലും.
അതുപോലെ ബൈബിൾ വായന. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. എൻ്റെ ഡ്യൂട്ടി സമയത്തിൻ്റെ ഫ്രീ ഉള്ള സമയങ്ങളിലൊക്കെ വായിക്കും. അതുപോലെ എൻ്റെ കൂട്ടുകാർക്കും അങ്ങനെയുള്ളവർക്കും ഈ ആത്മീയമായ കാര്യങ്ങൾ, ഇവിടുത്തെ നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് മാതാവ് എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും. ഒരിക്കൽ കൂടി അമ്മയ്ക്കും മാതാവിനും ഈ പരിശുദ്ധവും പരിപാവനമായ വേദിയിൽ എന്നെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ സാക്ഷ്യമാക്കുവാൻ അമ്മ തിരഞ്ഞെടുത്തതിന് ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിച്ചുകൊണ്ട്